നമ്മളുടെ ഡിവൈസുകളുടെ അതിപ്പം ഐഫോണും ഐപാഡും ഐപോഡും ഒക്കെ അടങ്ങുന്ന ഡിവൈസുകളുടെയൊക്കെ അപ്ഡേഷൻ നിങ്ങൾക്കറിയാം നമുക്ക് പൊതുവേ വരുന്ന OT ആണ്, ഓവർ ദ എയർ അപ്ഡേഷനാണ് വരുന്നത്. അത് നമ്മളുടെ സെറ്റിങ്സ് ജനറൽസിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അത് പല സൈസുകളിൽ, അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ഡിവൈസുകളെ അനുസരിച്ച്. അതിപ്പം iPhone 6s മുതൽ iPhone 12 Pro Maxൽ വരെ അത് ഡിഫറെൻറ്റ് സൈസിലായിരിക്കും ആ ഒരു ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അപ്ഡേറ്റ് വരുന്നത്. എല്ലാ യൂസേഴ്സിനും അല്ലെങ്കിൽ എല്ലാ ഡിവൈസുകൾക്കും സെയിം സൈസിലല്ലായിരിക്കും ആ ഒരു അപ്ഡേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ഡിപ്പെൻഡിങ് ഓൺ ആ അപ്ഡേറ്റിൻ്റെ ഒരു ബിഹേവിയർ അനുസരിച്ചും ഈ അപ്ഡേറ്റിൻ്റെ സൈസ് മാറാം. ഇപ്പം നമ്മൾ കണ്ടു iOS 14.7 അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇച്ചിരി ഫീച്ചേഴ്സ് വൈസ് ഇച്ചിരി കൂടുതലുള്ള ഒരു അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇച്ചിരി ലാർജറായിരുന്നു. പക്ഷേ iOS 14.7.1 വന്നപ്പം നമ്മൾ കണ്ടു അതൊരു മൈനർ അപ്ഡേറ്റ് ആയിരുന്നു. അതൊരു സെക്യൂരിറ്റി പാച്ച് ഫിക്സ് ചെയ്യുന്ന അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ അത് ചെറിയൊരു അപ്ഡേഷൻ മാത്രമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ചില യൂസേഴ്സിന് അതിൻ്റെ സൈസിൽ വ്യത്യാസം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് അപ്ഡേറ്റ് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൈസിനകത്ത് ഒരു ഇൻക്രിമെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയാറുള്ളതാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ അപ്ഡേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത വരുന്ന അപ്ഡേറ്റ് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന അപ്ഡേറ്റ് നിങ്ങൾ iTunes ഉപയോഗിച്ച് ചെയ്യുക എന്ന് ഞാൻ പല വീഡിയോസിലും പറയാറുള്ളതാണ്. അതിന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇഷ്യൂസ്, നിങ്ങൾക്കുണ്ടാകുന്ന ബഗ്ഗുകൾ, നിങ്ങൾക്കുണ്ടാകുന്ന സോഫ്റ്റ്വെയർ ഗ്ലിച്ചുകൾ ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഒരു നമ്മുടെ ഫോണിലെ സെറ്റിങ്സിൽ വരുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് എന്താണോ അപ്ഡേറ്റ് അല്ലെങ്കിൽ എന്താണോ കൊണ്ടുവന്ന ചേഞ്ച് അത് മാത്രമായിരിക്കും നമ്മളുടെ ഫോണിൽ വരുന്ന അപ്ഡേറ്റ്. അതുകൊണ്ടാണ് തീരെ ചെറിയൊരു സൈസിൽ നമുക്ക് അപ്ഡേഷൻ വരുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മേജർ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ അതിപ്പം iOS 14 iOS 15 ആണെന്നുണ്ടെങ്കിൽ OT വരുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 5GB 6GB ഒക്കെയാണ്. കാരണം മേജർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ മേജർ റിലീസുകളെല്ലാം തന്നെ ഹയർ സൈസിലാണ് അല്ലെങ്കിൽ അതിൻ്റെ OS മൊത്തത്തിലാണ് നമുക്ക് OTയെ പുഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൺ ചെയ്യുന്ന OSൻ്റെ മുകളിലേക്കാണ് ആ ഒരു അപ്ഡേഷൻ വന്ന് ഓവർറൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല ഇഷ്യൂസും അതുമൂലമാണ് പല ഇഷ്യൂസും നമുക്കിപ്പം സോഫ്റ്റ്വെയർ പരമായിട്ട് ഗ്ലിച്ചസും ബഗ്ഗുകളും അല്ലെങ്കിൽ അതിപ്പം ബാറ്ററീനെ പെർഫോമൻസിനെ ഒക്കെ ബാധിക്കുന്നതിൻ്റെ ഒരു പരിധി വരെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റ്സ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് എങ്ങനെ നമ്മളുടെ ഡിവൈസ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു 95% പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ ദിസ് ഈസ് മീ മിലൻ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് നമുക്ക് 2 ഓപ്ഷൻസ് അല്ലെങ്കിൽ 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന്, നമുക്ക് iTunes എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഇതാണ് ആപ്പിളിൻ്റെ സ്വന്തം സോഫ്റ്റ്വെയർ ആണ് iTunes. ഈ ഒരു iTunes ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു iTunes ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഡാറ്റ, അതായത് ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. നമ്മുടെ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കും കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലേക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിനെപ്പറ്റി ഞാനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതും ലിങ്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാർഡായിട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ അത് കാണണം, അത് പഠിക്കണം, മനസ്സിലാക്കണം താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. അതേപോലെ തന്നെ നമുക്ക് വേണ്ട മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് 3U ടൂൾസ്. ഇതൊരു അഡീഷണൽ അല്ലെങ്കിൽ ഓപ്ഷണൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും ഫ്രീ ആണ്, യാതൊന്നും പൈസ മുടക്കണ്ട. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 100 MB അടുത്താണ്. അപ്പോൾ ഇതും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു 3U ടൂൾസിൻ്റെ ഒരു ഉപയോഗം വരുന്നത് മെയിൻലി നമ്മളുടെ iTunesൽ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുമ്പോഴാണ്. ഇപ്പം ഞാൻ എൻ്റെ ഐഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ iTunes ഓപ്പൺ ചെയ്യാം. ആദ്യം iTunes ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ ട്രസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഐഫോണിൽ ഒരു പോപ്പ് വരും. അത് നിങ്ങൾ ട്രസ്റ്റ് കൊടുക്കുക. ട്രസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോൺ പിന്നോ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ iTunes ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വരും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളത് അപ്ഡേറ്റ് ചെയ്തു. ഞാൻ ഇവിടെ താങ്ക് യു കൊടുത്തു, കയറി. അപ്പോൾ ഇതാണ് iTunes ഇൻ്റർഫേസ്. പെട്ടെന്ന് കാണുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ സൈഡ് കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കാണിക്കുന്നത്. ഫോൺ ആദ്യമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കാണിക്കാം. വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം മ്യൂസിക് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സൈഡിൽ ഒരു ഐഫോണിൻ്റെ ഐക്കൺ കാണാം. ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഡീറ്റെയിൽസിലേക്ക് പോകത്തുള്ളൂ. ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് നോക്കണം. അതായത് നിങ്ങൾക്ക് 2 രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടുന്ന് ചെക്ക് ഫോർ അപ്ഡേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലാണ് നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ 14.7.1 കറണ്ട് വേർഷൻ എന്ന് പറഞ്ഞ് കാണിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ തന്നെ ഓൺ സ്ക്രീൻ കാണിക്കും അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്ഡേഷന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ഡേഷൻ ഒരിക്കലും നമ്മളുടെ ഡാറ്റ ഒന്നും പോകത്തില്ല, കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുവാണ്. പക്ഷേ റീസ്റ്റോർ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. റീസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസ് ഫാക്ടറി സെറ്റിങ്സിലേക്ക് റീസ്റ്റോർ ആവുകയാണ്. അതായത് ഫോൺ എങ്ങനെയാണോ നമുക്ക് കിട്ടിയത് ആ ഒരു രീതിയിലേക്കാണ് റീസ്റ്റോർ ആവുന്നത്. അപ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ മുഴുവൻ വൈപ്പാവും. അപ്പോൾ നമുക്ക് വലിയ ഇഷ്യൂസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടും പോകാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ഫോണിലെ ഡാറ്റ മുഴുവനും നമ്മൾ ബാക്കപ്പ് ചെയ്യുക. ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഇതുണ്ടോ, ബാക്കപ്പ് നൗ. അതിപ്പം ഇവിടെ ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ടു iCloud ആണ് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ
ദീസ് കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തിട്ട് ബാക്കപ്പ് നൗ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോണിലെ ഡാറ്റ മുഴുവനും ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ആകുന്നതാണ്. ഇപ്പം ബാക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് നമ്മുടെ ഡിവൈസിലേക്ക് ആദ്യമേ തന്നെ നമ്മളുടെ ഡാറ്റ മുഴുവനും ബാക്കപ്പ് എടുക്കുക. അതുപോലെ നിങ്ങളുടെ വാട്സാപ്പ് ബാക്കപ്പ് ഒക്കെ നിങ്ങൾ iCloud ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ ഫോണിൽ തന്നെ ബാക്കപ്പ് എടുത്താലേ കാര്യമുള്ളൂ. അത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യുന്നേക്കാളും ബെറ്റർ അതായിരിക്കും. അവിടെ നിന്ന് റീസ്റ്റോർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എളുപ്പം. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ബാക്കപ്പ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു മാർഗ്ഗമുണ്ട്. ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. എഡിറ്റിൽ നമുക്ക് പ്രിഫറൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് വേണ്ടോ ഇത് കുറേ ഓപ്ഷൻസ് കിട്ടും. അതിൽ ഈ ഒരു ഐഫോണിൻ്റെ ചിഹ്നം കാണിച്ച ഡിവൈസ് എന്ന ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ എടുത്ത ബാക്കപ്പ് ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബാക്കപ്പ്. ഇവിടുന്ന് നമ്മുടെ ബാക്കപ്പ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനാണ്. ആവശ്യമില്ലാത്ത ബാക്കപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റും ചെയ്ത് കളയാം. അതിനുവേണ്ടി ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബാക്കപ്പ് കൊടുത്താൽ നമുക്ക് ഡിലീറ്റ് ആക്കാനും സാധിക്കുന്നതാണ്. ആദ്യം ഞാൻ പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത് iTunes ഉപയോഗിച്ച് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു അപ്ഡേഷൻ നമ്മൾക്ക് ഒന്നും ചെയ്യേണ്ട, ഫോൺ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി iTunes തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തോളും. നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് വെറുതെ നമ്മളെ ഫോൺ കണക്ട് ചെയ്തിട്ടാൽ മാത്രം മതി. പലപ്പോഴും ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എറർ 4000 എന്ന് പറയുന്നൊരു ഇഷ്യൂ ഇങ്ങനെ കാണിക്കാറുണ്ട്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരാറുണ്ട്. നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നം മെയിൻലി 2-3 കാര്യങ്ങൾ കൊണ്ടുണ്ടാകും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ലോക്കിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ 4000 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഡോസിനൊക്കെ ആൻറ്റിവൈറസ് ഉണ്ട്. അപ്പോൾ ആൻറ്റിവൈറസ് എനേബിൾ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ വരാം. അതുപോലെ തന്നെ ഫയർവാൾ അതും എനേബിൾ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു ഫയർവാളും ആൻറ്റിവൈറസും കൊണ്ടും നമുക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാം. പിന്നെ ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ USB പോർട്ട്, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ഫോൺ കണക്ട് ചെയ്തേക്കുന്ന USB പോർട്ട് അതിനെന്തെങ്കിലും ഇഷ്യൂ, അത് സ്ലോ സ്പീഡോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു USB പോർട്ട് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ഇഷ്യൂ എറർ 4000 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു മെത്തേഡ്സുകളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മാനുവലി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് മാനുവലി എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പം അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. അതായത് IPSW.me എന്ന് പറയുന്ന സൈറ്റിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് മാനുവലി നിങ്ങളുടെ iOS നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമ്മളെ ഫോൺ സെലക്ട് ചെയ്യുക. ഏത് ഫോണാണ്, ഇപ്പോൾ iPhone 12 Pro Max ആണ്, അത് സെലക്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് iPhone 6s ആണ്, എല്ലാ വേർഷൻസും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കറക്റ്റ് വേർഷൻ OS ഒന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് ഇവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ കണ്ടോ iPhone 8 GSM ഗ്ലോബൽ, iPhone 7 Plus GSM അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഐഡൻറ്റിഫൈ മൈ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പോയിട്ട് നിങ്ങളുടെ മോഡൽ നമ്പർ ഉണ്ടല്ലോ, അത് നിങ്ങൾ ആ ഒരു 1347 എന്ന് പറഞ്ഞ ആ മോഡൽ നമ്പർ അങ്ങനെയൊക്കെ കാണും, പല മോഡൽ നമ്പർ വേണം. അത് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുക. അവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു IPSW ഫയൽ നിങ്ങൾക്ക് മാനുവലി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടു കാണും, 5.75 GB ആണ്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. ഇനി ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാനുവലി നിങ്ങളുടെ ഇതിൽ വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട്, വെറുതെ ഞെക്കിയതല്ല, ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ചെക്ക് ഫോർ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇപ്പോൾ ഓപ്പൺ ആയിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഏതാണോ നമ്മൾ IPSW ഫയൽ എവിടെയാണോ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ അവിടെ വന്ന് നിങ്ങളത് സെലക്ട് ചെയ്ത് അപ്ഡേറ്റ് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും. ഇനി ആ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇതുപോലെ എറർ 4000 വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ 3U ടൂൾസിൻ്റെ ഉപകാരം. അപ്പോൾ നമുക്ക് 3U ടൂൾസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3U ടൂൾസ് വർക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ iTunes ഇൻസ്റ്റാൾ ചെയ്യണം. iTunes ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് 3U ടൂൾസും വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3U ടൂൾസ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ iTunes വേണം. ഇനി നമുക്ക് ഇതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറേ ഓപ്ഷൻ, iDevice, ആപ്സ്, അതേപോലെ തന്നെ ഫ്ലാഷ്, സ്മാർട്ട് ഫ്ലാഷ്. ഇവിടെയാണ് നമ്മൾ പോകേണ്ടത്. സ്മാർട്ട് ഫ്ലാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈസി ഫ്ലാഷ്, iTunes ഫ്ലാഷ്, പ്രോ ഫ്ലാഷ്, മൾട്ടി ഫ്ലാഷ്. അതിൽ നമ്മൾ ഈസി ഫ്ലാഷ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ നമുക്ക് ബേറ്റ വന്നേക്കുന്ന iOS 15 ബേറ്റ 4 ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസിൻ്റെ സെയിം ഫേംവെയർ ആണ് ഇവിടെ കാണിക്കുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ iTunes ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഈ സെയിം സംഭവം എന്നാണ്. പിന്നെ പ്രോ ഫ്ലാഷ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമ്മൾ DFE മോഡിൽ ഇട്ടിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്, അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഈ ഒരു പ്രോ ഫ്ലാഷ്.
അപ്പോൾ ഈ ഒരു ഈസി ഫ്ലാഷിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ipsw.me എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇവിടെ നിങ്ങൾക്ക് കാണാം 14.7.1. അത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് തന്നെ ഈ ഒരു 3 ടൂൾസ് തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് 0%. ഇത് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യുവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ipsw.me എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുവാണ്. ഓക്കെ, ഡിലീറ്റ് കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത സംഭവമാണ്, അത് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഈ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ipsw.me നിങ്ങൾ IPS ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണിക്കുന്നതാണ്. വൺസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക IPSW ഫയൽ ഇവിടെ ഇമ്പോർട്ട് ആക്കി കഴിയുമ്പം ഇവിടെ അത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ പച്ചക്കളറിലൊക്കെ കാണിക്കും. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫോണിലെ ഫൈൻഡ് മൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് സെറ്റിങ്സ് നമ്മളെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് അതിൽ ഫൈൻഡ് മൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫൈൻഡ് മൈ അത് നിങ്ങൾ എനേബിൾ ആയി കിടക്കുകയാണെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ആപ്പിൾ ID പാസ്വേഡ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസേബിൾ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് എനേബിൾ ചെയ്തിട്ടാലും കുഴപ്പമില്ല. അല്ലാത്തവർ, അതായത് പാസ്വേഡ് അറിയത്തില്ലാത്തവർ മസ്റ്റായിട്ട് അത് ഡിസേബിൾ ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ റീറ്റെയിൻ യൂസർ ഡാറ്റ, ക്വിക്ക് ഫ്ലാഷ് മോഡ്, ആൻറ്റി റിക്കവറി ഫ്ലാഷ് മോഡ്, ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ, ഞാൻ മുമ്പേ കാണിച്ച പോലെ നമ്മൾ iTunes ഉപയോഗിച്ച് വെറുതെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഡാറ്റ ഒന്നും ചേഞ്ച് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ റീറ്റെയിൻ യൂസർ ഡാറ്റ മോഡ് ക്ലിക്ക് ചെയ്താൽ മതി. അത് സെലക്ട് ചെയ്തിട്ട് വേണം. അതിൽ കാണിച്ചിട്ടുണ്ട്, അതായത് ഇൻസ്റ്റാൾഡ് ആപ്സ് ഓർ യൂസർ ഡാറ്റ വുഡ് നോട്ട് ബി ലോസ്റ്റ് ഓർ ചേഞ്ച്ഡ്. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഡാറ്റയോ നമ്മളുടെ യൂസർ ഡാറ്റാസോ ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല, ജസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു റീസ്റ്റോറേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി ഫാക്ടറി റീസെറ്റിങ്സിലേക്ക്, അതായത് നമ്മളിപ്പം iTunesൽ നമ്മൾ കണ്ട ഒരു സെയിം ഓപ്ഷനാണിത്, റീസ്റ്റോർ ഐഫോൺ. ഈ ഒരു സെയിം ഓപ്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വിക്ക് ഫ്ലാഷ് മോഡ്. അത് ചെയ്താൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഡാറ്റ മുഴുവൻ വൈപ്പ് ചെയ്ത് ഒരു ഫാക്ടറി സെറ്റിങ്സിലേക്ക് പോകും. ഈ 2 കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റീറ്റെയിൻ യൂസർ ഡാറ്റ സെലക്ട് ചെയ്തിട്ട് ഫ്ലാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് നമ്മളുടെ ഡാറ്റ മുഴുവൻ ഫ്ലാഷ് ആണെന്നായിരിക്കും. ഫ്ലാഷ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ കാണിക്കും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ബാക്കപ്പ് ചെയ്തോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊരു പ്രിക്കോഷൻ എന്ന രീതിയിൽ നമ്മളെപ്പോഴും ബാക്കപ്പ് വെക്കുന്നത് നല്ലതാണ്. ബാക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഫ്ലാഷ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലാഷിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്ലാഷിങ് സ്റ്റാർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക് നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളുടെ ഡിവൈസ് അതിൽ കണക്ട് ചെയ്തിട്ടേക്കണം. ഇല്ല ഇടയ്ക്ക് അഴിക്കാനോ തൊടാനോ ഒന്നും പോകല്. അതങ്ങനെ തന്നെ കണക്ഷൻ പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ ഫെയിലിയർ ആയാൽ നമ്മുടെ ഫോൺ ട്രിക്ക് ആവും. അതുകൊണ്ട് ഫ്ലാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിവൈസ് അനക്കാതെ വെക്കുക. നിങ്ങൾ വേറെ എന്ത് പരിപാടിക്ക് പോയാലും കുഴപ്പമില്ല, അനക്കാതെ ഫോൺ അവിടെ വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ iTunes ഉപയോഗിച്ച് അല്ലെങ്കിൽ 3 ടൂൾസ് ഉപയോഗിച്ച് നമ്മളെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള പരിപാടിയുള്ളൂ. ഇത് വലിയ തലപോകുന്ന കേസൊന്നുമല്ല, റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, എവിടെയും കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യമുള്ളൂ. നമ്മളുടെ പ്രൈവസിയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. വല്ലയിടത്തും കൊണ്ട് കൊടുത്ത് നിങ്ങൾ ചെയ്യിക്കുന്നേക്കാളും ഭേദം നിങ്ങൾ സ്വയമായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ലാപ്പോ കമ്പ്യൂട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് വല്ലതും ലാപ്പോ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് അവിടെ പോയി നിങ്ങൾ ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് സിമ്പിൾ പരിപാടിയാണ്, റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ Milan. Catch you guys next video. Till then, peace.